ഞാൻ എന്താണ് ജയിച്ചിരിക്കും, നിങ്ങൾ എഴുതി വെച്ചോ, അതാണ് മറ്റേതാണെന്നുള്ള രീതിയിൽ വമ്പൻ കോൺഫിഡൻസ് ആണ്. ഓൾറെഡി രാഷ്ട്രീയക്കാരുടെ വാക്കുകൾ നമുക്ക് യുവജനങ്ങൾക്ക് പ്രത്യേകിച്ച് വിശ്വാസം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ഇപ്പം താങ്കൾ തന്നെ പറയുന്നുണ്ട് എന്താണെങ്കിലും ജയിക്കും, മെയ് 4-ാം തീയതി എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് എന്താണെങ്കിലും ഈ തൃക്കാക്കരയുടെ മണ്ട് ഞാൻ MLA മാറിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് തന്നെ ഏകദേശം അറിയാം അത് ഏകദേശം നടക്കാൻ പോകുന്നില്ല എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് നമുക്ക് തന്നെ പറയാം. എന്നാലും ഈ രാഷ്ട്രീയക്കാർ എന്തിനാണ് ഈ അനാവശ്യമായിട്ട് ഇപ്പൊ അഖിൽമാരാർ മാത്രമല്ല ഒരുപാട് സ്ഥാനാർത്ഥികൾ ഇങ്ങനെ നിങ്ങൾ എഴുതി വെച്ചോ അതാണെന്നൊക്കെ പറയും. ഇതിനു മുമ്പ് ഒരുപാട് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുമ്പോ എന്ത് പറയാം അവര്, ജനവിധി ആയിരുന്നു, ഞങ്ങൾ ഇതെല്ലാം അംഗീകരിക്കുന്നു, ജനങ്ങൾക്ക് ഞങ്ങൾ വോട്ട് തന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റത്, അത് പാർട്ടി പരിശോധിച്ച് നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞ് അത് കഴിയുമ്പോ പിന്നെ ആ ഒരു സാമാട്ടി പോകും. അങ്ങനെ പോകാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പോഴേ ഇത്രയും ഓവർ കോൺഫിഡൻസ് നടക്കുന്നത്? കുറച്ചുകൂടെ റിയാലിറ്റി ആയിട്ട് ജയിക്കുമായിരിക്കും, കുറച്ചുകൂടെ വോട്ട് കിട്ടി ജയിക്കുമായിരിക്കും, അങ്ങനെ പറയുന്നതിന് പകരം എന്തിനാണ് 100% ഞങ്ങൾ എന്താണ് ജയിച്ചിരിക്കുമെന്ന് എന്തിനാണ് ഈ അനാവശ്യ വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ മണ്ടന്മാരാക്കുന്നത്?